മണ്ണും വളവും രോഗപ്രതിരോധ മാർഗങ്ങളും കൂടാതെ അനുകൂല കാലാവസ്ഥയിൽ വെള്ളത്തിൻ്റെ സഹായത്താൽ മാത്രം വിത്ത് മുളപ്പിച്ച് സസ്യജാലങ്ങളെ വളർത്തുന്ന കാർഷിക രീതിയാണ് ഹൈഡ്രോപോണിക്സ് കൃഷി. കാർഷിക മേഖലയിലെ സ്ഥലപരിമിതിയാൽ ഗ്രീൻ ഹൗസ് ഫാമിങ്ങിന് പ്രാരംഭം കുറിച്ച ഇസ്രായേൽ തന്നെയാണ് ഹൈഡ്രോപോണിക്സ് കൃഷി രീതിക്കും തുടക്കമിട്ടത്. കാനഡ, ചൈന, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കാർഷിക രീതി അവലംബിച്ചു പോരുന്നു. ഹൈഡ്രോപോണിക്സ് കൃഷി ഇന്ത്യയിലേക്ക് എത്തിയിട്ട് കേവലം 10 വർഷം മാത്രം. തീറ്റപ്പുൽ വളർത്തിയെടുത്തായിരുന്നു 2 വർഷം മുമ്പ് കേരളത്തിൽ ഈ കൃഷി രീതി ആരംഭിച്ചത്. സംസ്ഥാന ഡയറി ഡെവലപ്മെന്റ് ബോർഡിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച ശ്രീ ടോണി മൈക്കിൾ 2012 ജനുവരിയിൽ പാലായ്ക്കടുത്തുള്ള ഭരണങ്ങാനത്ത് ആരംഭിച്ച ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ കൃഷി വിജയകരമായ ഒരു സംരംഭമായി മാറുകയായിരുന്നു. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണ്. വാട്ടർ വർക്കിംഗ്, വെള്ളത്താൽ വളരുക. ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം എല്ലാ വിത്തും അനുകൂല കാലാവസ്ഥ കിട്ടിയാൽ ഒരു ക്ലിപ്തമായ ദിവസം വരെയും വളരാനുള്ള ഊർജം വിത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ വെള്ളം കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 2012 ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഓർഗാനിക് മിൽക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേയേറെ പരീക്ഷണങ്ങൾ നടത്തി പശുക്കൾക്ക് ഹൈഡ്രോപോണിക്സ് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുല്ലും വൈക്കോലും മാത്രം കൊടുത്ത് വളർത്തുക. നല്ല ക്വാളിറ്റിയുള്ള പാല് കിട്ടുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയിലെ പ്രധാന സാങ്കേതിക സംവിധാനം ജെർമിനേഷൻ ചേംബറാണ്. 10 അടി ഉയരമുള്ള ജെർമിനേഷൻ ചേംബറിന് 9 അടി നീളവും 5 അടി വീതിയുമുണ്ട്. അലുമിനിയത്തിൽ തീർത്ത 7 റാക്കുകൾ ചേംബറിനുള്ളിൽ നിശ്ചിത അകലമിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഫൈബർ ഗ്ലാസിൽ തീർത്ത ഇരട്ട ഭിത്തികളും വാതിലുകളും ചേംബറിനുണ്ട്. ഈർപ്പവും ചൂടും വായുവും വെളിച്ചവും അടങ്ങുന്ന ചേംബറിലെ ഊഷ്മാവ് നിയന്ത്രിക്കാനുള്ള ഓട്ടോമാറ്റിക് കൺട്രോൾ പാനൽ, ലൈറ്റ് സെൻസേഴ്സ്, ചേംബറിലേക്ക് മിസ്റ്റ് സ്പ്രേ ചെയ്യാനുള്ള ജലസംവിധാനം എന്നിവ അനുബന്ധ ക്രമീകരണങ്ങളാണ്. ഈ മെഷീന് 3 പാർട്സാണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജെർമിനേഷൻ ചേംബറാണ്. 10 അടി ഉയരവും 9 അടി നീളവും 5 അടി വീതിയുമുള്ള ജെർമിനേഷൻ ചേംബർ. അതിനുള്ളിലാണ് മെയ്സ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. ഈ ചേംബറിനകത്ത് 84 ട്രേ ഉള്ള ഒരു റാക്കുണ്ട്. ആ ട്രേയിൽ ഒരു ദിവസം 12 ട്രേ വെച്ചാണ് ലോഡ് ചെയ്യുന്നത്. 12 ട്രേ വെച്ച് എടുക്കുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഹ്യൂമിഡിഫയറാണ്. ഇതിനകത്ത് മെയ്സ് വളരുന്നതിനാവശ്യമായ ഈർപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഹ്യൂമിഡിഫയർ. മൂന്നാമത്തത് ഇതിൻ്റെ കൺട്രോൾ പാനലാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഇതിനകത്തെ കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കുന്നത് കൺട്രോൾ പാനലാണ്. വെള്ളം മിസ്റ്റ് സ്പ്രേ ചെയ്യുന്നത്, ലൈറ്റ് കത്തിക്കുന്നത്, ഹ്യൂമിഡിഫയറിൻ്റെ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്, ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് എല്ലാം ഈ കൺട്രോൾ പാനലാണ്. ഒരു ദിവസം ഇതിന് 5 തുടങ്ങി 7 യൂണിറ്റ് വരെയും വൈദ്യുതി ആവശ്യമാണ്. ഇപ്പോൾ ഏതാണ്ട് 8 ലക്ഷം രൂപയോളാകും ഇതിന്. ഈ ഒരു മെഷീൻ, ഇതിനെക്കാട്ടി ചെറിയ മെഷീനുണ്ട്. ഈ കമ്പനി തന്നെ ചെറിയ മെഷീൻ ഇറക്കിയിട്ടുണ്ട്. 75 കിലോ ഉള്ള മെഷീനുണ്ട്. 5 ലക്ഷം രൂപയാകത്തുള്ളത്. ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ കൃഷിക്കുള്ള വിത്തായി ഉപയോഗിക്കുന്നത് മക്കച്ചോളമാണ്. ഒരു ട്രേയിലേക്ക് 2 കിലോഗ്രാം എന്ന കണക്കിൽ മക്കച്ചോളം എടുത്ത് ശുദ്ധജലത്തിൽ 4 മണിക്കൂർ നേരം കുതിർത്ത ശേഷം ട്രേകളിൽ നിരത്തുന്നു. തുടർന്ന് ട്രേകൾ ജെർമിനേഷൻ ചേംബറിലേക്ക് എത്തിച്ച് ചേംബറിൻ്റെ മുകളിലെ റാക്കിൽ ട്രേകൾ നിരത്തിവയ്ക്കുന്നു. ഒരു റാക്കിൽ 12 ട്രേകൾ വയ്ക്കാനാകും. അങ്ങനെ 7 റാക്കുകളിലായി 84 ട്രേകൾ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. മക്കച്ചോള വിത്ത് കിളിർത്ത് പൂർണ്ണ വളർച്ചയെത്താൻ വേണ്ട സമയം 7 ദിവസമാണ്. ആദ്യ ദിവസം പിന്നിടവേ വിത്ത് മുളയ്ക്കുകയും മുളച്ച 12 ട്രേകളും തൊട്ടു താഴെയുള്ള റാക്കിലേക്ക് മാറ്റുകയും
ആദ്യ റാക്കിൽ വീണ്ടും കുതിർത്ത മക്കച്ചോള വിത്തുകൾ നിരത്തിയ ട്രേകൾ അടുക്കുകയും ചെയ്യുന്നു. വളർച്ചയുടെ 7 ദിവസങ്ങളിലും കൺട്രോൾ പാനൽ വഴി ചേംബറിലെ ഈർപ്പവും താപനിലയും നിയന്ത്രിക്കപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി ചേംബറിനുള്ളിൽ ഫാനുകളും ഇലക്ട്രിക് ലൈറ്റുകളും പ്രവർത്തിക്കുന്നു. ഇതുമൂലം പുല്ലിൻ്റെ വളർച്ച പരമാവധി വേഗത്തിലാകുന്നു. സൂര്യപ്രകാശം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ചേംബറിൽ വൈദ്യുതി വെളിച്ചം ഉപയോഗിക്കുക. ദിവസം 5 തവണ മിസ്റ്റ് സ്പ്രേ ചെയ്ത് ഈർപ്പാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. ഒരു ദിവസം 250 ലിറ്റർ വെള്ളം മാത്രമാണ് ചേംബറിലേക്ക് വേണ്ടിവരിക. ഈ ജലം റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം വെള്ളത്തിനാവശ്യമായ ചെലവ് താരതമ്യേന വളരെ കുറവ് തന്നെ. 7-ാം ദിവസം ചേംബറിലെ താഴത്തെ നിലയിലുള്ള റാക്കിൽ വെച്ചിരിക്കുന്ന ട്രേകളിൽ തീറ്റപ്പുല്ല് പൂർണ്ണ വളർച്ചയെത്തിയ നിലയിലായിരിക്കും. മുകളിലെ മറ്റ് 6 റാക്കുകളിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പിന്നിടുന്നവയുമായിരിക്കും. വളർച്ചയുടെ സമാപന ഘട്ടമായ 7-ാം ദിനത്തിൽ 100 മുതൽ 125 കിലോഗ്രാം വരെ തീറ്റപ്പുൽ ചേംബറിൽ നിന്നും ലഭിക്കുന്നു. മണ്ണോ വളങ്ങളോ കീടനാശിനികളോ ഇല്ലാത്ത ഈ ഇളം പുല്ല് കാലികൾക്ക് ഏറെ പഥ്യം തന്നെ. ഇലയും കാണ്ഡവും വേരുകളുമടക്കം ഭക്ഷ്യയോഗ്യവുമാകുന്നു. മറ്റ് യാതൊരുവിധ സാന്ദ്രീകൃത കാലിത്തീറ്റകളും കാലികൾക്ക് നൽകേണ്ടതില്ല. എന്നാൽ ഇത് ഇളം പുല്ലായതിനാൽ ദഹനപ്രക്രിയയുടെ ഭാഗമായുള്ള അയവെട്ടലിനായി നാരിൻ്റെ അംശമുള്ള വൈക്കോൽ നിശ്ചിത അളവിൽ നൽകുന്നത് പശുക്കളുടെ പാലുൽപാദനത്തിന് സഹായകരമാണ്. ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ ആഹരിച്ച് പശുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ പോഷക സമൃദ്ധിയിൽ ഏറെ മുന്നിലാണെന്ന് സംസ്ഥാന ഡയറി ഡെവലപ്മെൻറ്റ് വിഭാഗത്തിൻ്റെ മൂല്യനിർണ്ണയം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഹൈഡ്രോപോണിക്സ് ഫോഡർ കൊടുത്താൽ കാലിത്തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. പാലിന് ഫാറ്റും SNF എല്ലാം കൂടുതലാണ്, അളവും കൂടുതലാണ്. അളവ് കാര്യമായി കൂടുതലില്ലെങ്കിലും ഇവിടെ നമുക്ക് 1 ലിറ്ററോളം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മളിവിടെ ഇപ്പോൾ വളർത്തുന്ന പശുക്കൾക്ക് 20 കിലോ കൊടുക്കുന്നുണ്ട്. 2 ട്രേ, ഒരു ദിവസം രാവിലെ 1 ട്രേ, ഉച്ച കഴിഞ്ഞ് 1 ട്രേ ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ വൈക്കോലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 4 കിലോ വീതം വൈക്കോൽ കൊടുക്കുന്നുണ്ട്. വൈക്കോൽ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ടെൻഡർ ഷൂട്ട്സ് ആയതുകൊണ്ട് ഇതിന് നാരിൻ്റെ അംശം കുറവാണ്. ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും നാര് വളരെ കുറവാണ്. നാര് വളരെ കുറവായതുകൊണ്ട് വൈക്കോൽ സപ്ലിമെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അയവെട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. സാധാരണയുള്ള തീറ്റപ്പുൽ കൃഷിക്ക് 1/2 ഏക്കർ ആവശ്യമായി വരുമ്പോൾ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ കേവലം 7 ചതുരശ്ര അടി മാത്രം മതിയാകും. 3 ഏക്കറിൽ നിന്നും സാധാരണ കൃഷിയിൽ 35 മുതൽ 40 ടൺ വരെ ഉൽപ്പാദനം ലഭിക്കുമ്പോൾ 37 മുതൽ 44 ടൺ വരെയാണ് ഹൈഡ്രോപോണിക് കൃഷിയിൽ നിന്നും ലഭിക്കുക. ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ നൽകിയുള്ള പാലുൽപാദനത്തിന് 1 ലിറ്ററിന് 20 രൂപ ചെലവാകുന്നു എന്നാണ് കണക്ക്. ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ച് ജൈവകൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് വിതരണം നടത്തുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സൊസൈറ്റിയാണ് മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് ആഗോസ് എന്ന ചെറിയ പേരിൽ അറിയപ്പെടുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ജൈവ പാൽ വിതരണം ആരംഭിക്കുകയാണ്. ഈ ഡയറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോപോണിക് മെഷീനിലുള്ള കാലിത്തീറ്റ കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പാലിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. പാലുൽപാദന മേഖല കേവലം വിപണന സാധ്യത മാത്രം ലക്ഷ്യമിടാതെ ആരോഗ്യപ്രദായകമായ ഒരു സംരംഭമായി കാണുകയാണെങ്കിൽ സംശുദ്ധമായ ഒരു ക്ഷീരധാരയ്ക്ക് ഹൈഡ്രോപോണിക്സ് കൃഷിരീതി പ്രേരകമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിത്ത്, വളം, വെള്ളം എന്നിവയുടെ സൂക്ഷ്മവും കൃത്യതയുമാർന്ന ഉപയോഗത്തിലൂടെ കൃഷി ആദായകരമായി മാറ്റുന്ന രീതിയാണ് സൂക്ഷ്മകൃഷി.
പരീക്ഷണങ്ങൾ പിന്നിട്ട് മികച്ച കാർഷിക വിജയം നേടുന്ന പോളി ഹൗസ് കൃഷിയിലും തുറന്ന കൃത്യതാ കൃഷിയിലും സമതലങ്ങളിലൂടെയാണ് ഡ്രിപ്പ് ലൈനുകൾ വിന്യസിച്ച് വെള്ളവും വളവും എത്തിക്കുന്ന ഫെർട്ടിഗേഷൻ നടപ്പാക്കുന്നത്. എന്നാൽ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത് കൂന കൂട്ടി പന്തൽ കൃഷി ചെയ്യുന്ന കർഷകർ ഇത്തരം കൃഷിരീതി അവലംബിക്കാൻ വിമുഖത കാട്ടിപ്പോന്നു. ഡ്രിപ്പ് ലൈനുകൾ വെള്ളക്കെട്ടിലൂടെ കൂനകളിലേക്ക് എത്തിക്കുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇതിലെ പ്രധാന കാരണം. മഴക്കാലത്തെ വെള്ളപ്പൊക്കം ഈ രീതിയെ പ്രതികൂലമായി ബാധിക്കും എന്നതായിരുന്നു മറ്റൊരു കാരണം. കൂന കൂട്ടി പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് സൂക്ഷ്മ കൃഷിരീതിയെ ആശ്രയിക്കാൻ കഴിയാതിരുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തി കാർഷിക വിജയം കൊയ്യുന്ന ഒരു യുവ കർഷകൻ കോട്ടയം ജില്ലയിലെ മുളക്കുളത്തുണ്ട്. VFPCKയുടെ മുളക്കുളം പൂഴിക്കോൾ സ്വാശ്രയ കർഷക സംഘാംഗമായ വട്ടക്കേരിൽ ജോബി ജോസഫ്. വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശത്താണ് 2 ഹെക്ടറോളം വരുന്ന ജോബിയുടെ കൃഷിയിടം. കൂന കൂട്ടി പയറും പാവലും പടവലവുമൊക്കെ നട്ടുവളർത്തവേ സൂക്ഷ്മ കൃഷിരീതി പരീക്ഷിക്കാനൊരുങ്ങിയ ജോബി അവിടെ പരാജയപ്പെടുകയായിരുന്നു. കൃഷിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയില്ല. തുടർന്ന് നടത്തിയ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ഒരു പുതിയ ആശയത്തിലേക്ക് ജോബിയെ കൊണ്ടെത്തിച്ചു. പന്തലിന് മുകളിലൂടെ ഡ്രിപ്പ് ലൈനുകൾ വിന്യസിച്ച് വെള്ളം നൽകാനുള്ള ലാറ്ററുകൾ പന്തലിന് മുകളിൽ നിന്നും ചെടിയുടെ തടത്തിലേക്ക് നൽകാമെന്നുള്ള ആശയമായിരുന്നു ജോബി നടപ്പിലാക്കിയത്. ഈ ആശയത്തോട് ഏറെ താൽപ്പര്യം പ്രകടിപ്പിച്ച VFPCK ആവശ്യമായ നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും ജോബിക്ക് നൽകി. 12 വർഷത്തോളം കാലമായിട്ട് അവിടെ നെൽകൃഷി ചെയ്യാൻ പറ്റാണ്ട് വെള്ളക്കെട്ട് മൂലം കിടക്കുകയായിരുന്നു. അവിടെ കൂന കൂട്ടിക്കഴിഞ്ഞാൽ കൃഷി വളരെ ചെയ്യാമെന്ന് തോന്നുകയും അങ്ങനെ ആ കൃഷി അവലംബിക്കുകയാണ് ചെയ്തത്. അതിൽ സൂക്ഷ്മ കൃഷി നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂന ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അതിലിങ്ങനെ ട്യൂബ് ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങി താന്ന് കിടക്കുന്നു, പല സ്ഥലത്തും വെള്ളം കിട്ടാമായിരുന്നു. അപ്പോൾ അതിനാണ് പന്തലിൻ്റെ മേൽവഴി തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് വെള്ളം കിട്ടുകയും അതുപോലെ തന്നെ ട്യൂബിന് ഡാമേജ് വരുന്നില്ല, വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് താഴം നിലംവഴിയാണ്. പാലക്കാട് അതുപോലെ സ്ഥലങ്ങളൊക്കെ ചെയ്ത് കണ്ടിരിക്കുന്നത് തടത്തിന് നിലംവഴിയാണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചാൾ ഓരോ കൃഷിയും നമ്മൾ എടുത്ത് മാറ്റണം. പിന്നീട് അത് ഡാമേജ് വരുന്നു, പുല്ല് കയറി മൂടി പോകുന്ന നല്ല പ്രശ്നങ്ങളുണ്ട്, മെയിൻ്റനൻസ് ചിലവ് കൂടുതൽ. ഇതിനങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. മേളിൽ കൂടി ആകുമ്പോഴത്തേന് ഡാമേജ് വരുന്നില്ല, മെയിൻ്റനൻസ് കുറവ്, അങ്ങനെയുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മേൽവഴി തന്നെ ചെയ്യാൻ കണ്ടത്. VFPCKയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അവർ വന്നപ്പോൾ പറഞ്ഞാൽ അത് ഒരു കൂനയിൽ നിന്ന് ഒരു കൂനയിലോട്ട് കമ്പ് വെച്ച് കെട്ടി ട്യൂബ് സ്റ്റഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിന് നമുക്ക് വളരെ ചിലവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് പന്തലിൻ്റെ മേളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമാണെന്ന് തോന്നിയത്. പന്തലിൻ്റെ പൊക്കത്തിനൊപ്പം തന്നെയാണ് പ്രധാന ഡ്രിപ്പ് ലൈൻ കടന്നു പോകുന്നത്. ഈ ലൈനിൽ നിന്നും 2 അടി അകലത്തിലായി 2 ലാറ്ററൽ വീതം ചെടികളുടെ ഓരോ തടത്തിലേക്കും നൽകുന്നു. ഡ്രിപ്പറുകൾ ചെടിയുടെ തടത്തിന് തൊട്ടുമുകളിലായി നിൽക്കുന്നതിനാൽ മണ്ണ് കയറി അടയാനുള്ള സാധ്യതയുമില്ല. മാത്രമല്ല, മഴക്കാലത്ത് ഡ്രിപ്പ് ലൈനുകളും ലാറ്ററുകളും മുങ്ങിപ്പോവുകയുമില്ല. ശുദ്ധീകരിച്ച വെള്ളത്തിൽ വളം നിശ്ചിത അനുപാതത്തിൽ ലയിപ്പിച്ച് വെഞ്ചൂർ സംവിധാനം വഴിയാണ് ഡ്രിപ്പ് ലൈനുകളിലേക്ക് എത്തിക്കുക. കുളത്തിൽ നിന്ന് പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം ഫിൽട്ടർ ചെയ്ത് ട്രിപ്രിഗേഷനിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വെഞ്ചൂർ ഉപയോഗിച്ചാണ് വളം മിക്സ് ചെയ്യുന്നത്. 19 കായ ഉണ്ടാകുന്നിടം വരെ 19 മാത്രമാണ് ഉപയോഗിക്കുന്നത്. പോളി ഹൗസിൽ ഉപയോഗിക്കുന്ന വളമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം 13.045 കൂടി മിക്സ് ചെയ്ത് 2 കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ആഴ്ചയിൽ 1 ചാണക സ്ലറി പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷി 2 മാസത്തോളം കാലം നീണ്ടു നിൽക്കുന്നുണ്ട്, വിളവ് കിട്ടുന്നുണ്ട്.
കൂടാതെ വേപ്പ് പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ചെയ്യുന്നതെല്ലാം ചുവട്ടിലിട്ട് കൊടുക്കരുത്. കൂന എല്ലാ സമയത്തും വേനൽക്കാലത്ത് ഉണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് ഇറിഗേഷൻ രാവിലെയും വൈകുന്നേരം നമ്മൾ നനയ്ക്കുമ്പോഴത്തേനും കൂനയിൽ ഒരു കാരണത്തിൽ ഉണങ്ങുന്നൊരു പ്രശ്നം വരുന്നില്ല. എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നുണ്ട്. ജോബി ജോസഫിൻ്റെ ഈ പുത്തൻ പരീക്ഷണ വിജയത്തെ കൃഷിശാസ്ത്രജ്ഞരും അംഗീകരിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് മികച്ച കാർഷിക ആശയങ്ങളിലൊന്നായി ഇതിനെ തിരഞ്ഞെടുത്തു. IIHR പുറത്തിറക്കിയ കാർഷിക മേഖലയിൽ പ്രയോഗിച്ച് വിജയിച്ച പുതിയ ആശയങ്ങളുടെ പട്ടികയിലും ജോബിയുടെ ഈ ആശയം ഇടം പിടിച്ചു. കൂനമുകളിലെ തൻ്റെ സൂക്ഷ്മ കൃഷി ജോബിക്കേകിയത് മികച്ച വിളവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വരുമാനത്തിലും കാര്യമായ വർധന തന്നെയുണ്ടായി. VFPCKയുടെ പൂഴിക്കോൾ സ്വാശ്രയ കർഷക സംഘം വഴിയാണ് ജോബിയുടെ പച്ചക്കറി ഇനങ്ങൾ പ്രധാനമായും വിറ്റുപോകുന്നത്. പച്ചക്കറി സൊസൈറ്റിയിൽ തന്നെ കൊടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറയുക. അപ്പോൾ അവിടെ എടുത്ത് കൊടുത്താൽ മതി. രാവിലെ എടുത്ത് കൊടുക്കണം, വണ്ടിയിൽ വന്ന് കൊണ്ടുകൊള്ളും. ആഴ്ചയിലൊന്ന് പൈസ തരും. വർഷത്തിൽ നിന്ന് പച്ചക്കറിയിൽ തന്നെ പടലെങ്കിൽ തന്നെ 3 ലക്ഷം രൂപയുടെ കഴിഞ്ഞ വർഷം വിൽക്കുന്നുണ്ട്. VFPCKയുടെ വിപണിയിലാണ് കൊടുത്തത്. ആ 1.5 ഏക്കർ സ്ഥലത്ത് നിന്ന്. പച്ചക്കറി വിളകളെ കൂടാതെ വാഴക്കൃഷി, പശു വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ രംഗത്തും ജോബി ജോസഫ് എന്ന യുവ കർഷകൻ സജീവ സാന്നിധ്യമേകി മാതൃകയാകുന്നു. ആത്മ, VFPCK, കൃഷിഭവൻ എന്നിവയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും സഹായവും ജോബിക്ക് ലഭിച്ചു പോരുന്നു. കടുത്തുരുത്തി ബ്ലോക്കിൽ പച്ചക്കറി ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുളക്കുളം കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ഒരു മാതൃക യുവ കർഷകനാണ് ശ്രീ ജോബി ജോസഫ്. തൻ്റേതായ നൂതന കൃഷി സമ്പ്രദായങ്ങളിലൂടെ ഉൽപ്പാദന ചെലവ് കുറച്ച് മെച്ചപ്പെട്ട ഉൽപ്പാദനം ഈ കൃഷിക്കാരൻ സാധ്യമാക്കുന്നു. തൻ്റെ 4 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ പാവൽ, പടവലം, പയർ തുടങ്ങിയ പച്ചക്കറികളും വാഴ, ജാതി, തെങ്ങ്, പശു, കോഴി, താറാവ്, മത്സ്യം തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. കൃഷി വകുപ്പിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ ഈ കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഇതിന് മൊത്തം ഒരു 1 ഏക്കറിന് 1 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ചെയ്യണമെങ്കിൽ ഈ രീതി ചെയ്യണമെങ്കിൽ കൂനയെടുത്ത് തന്തലിട്ട് ചെയ്യുന്നതിന് അതിൽ 70,000 രൂപയോളം സബ്സിഡി ആയിട്ട് നമുക്ക് 1 ഏക്കറിന്. ഇതിപ്പോൾ 1.5 ഏക്കർ ചെയ്തപ്പോൾ 1,12,000 രൂപയോളം സബ്സിഡി ആയിട്ട് VFPCKയുടെ കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല സഹായങ്ങൾ കൃഷി വകുപ്പ് നിന്ന് ചെയ്തു തരുന്നുണ്ട്. കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പച്ചക്കറി ഗ്രാമം അങ്ങനെയുള്ള പദ്ധതികൾ ഒത്തിരി RKVY പദ്ധതികൾ ഒത്തിരി നടപ്പിലാക്കുന്നുണ്ട്. അത് യുവജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ആധുനിക ശാസ്ത്ര വികസനം കാർഷിക മേഖലയിലേക്കും എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ സാധ്യത ഉൾക്കൊണ്ട് യുവാക്കൾ കാർഷിക രംഗത്തേക്ക് മടികൂടാതെ കടന്നു വരണമെന്നാണ് ജോബിയുടെ പക്ഷം. അതിനുദാഹരണമായി തൻ്റെ വിളഭൂമിയിലേക്ക് ജോബി വിരൽ ചൂണ്ടുമ്പോൾ കൃഷിയോടുള്ള ഒരു കർഷകൻ്റെ പ്രതിബദ്ധത എന്തെന്നും അതിലെ ജീവിത വിജയമെന്തെന്നും നമുക്ക് തിരിച്ചറിയാതിരിക്കാനാവില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീര കർഷക പ്രിയ പദ്ധതികൾ നവംബർ 26-ന് ഉദ്ഘാടനം ചെയ്യും. തുള്ളി നനയ്ക്ക് സൗകര്യമൊരുക്കാൻ ധനസഹായം.
കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ക്ഷീരവികസന പദ്ധതി പ്രകാരം 46 കോടി രൂപയുടെ ക്ഷീര കർഷക പദ്ധതികൾ മിൽമ നടപ്പാക്കുന്നു. ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി, പാൽ ഗുണനിലവാരത്തിനുള്ള സജ്ജീകരണങ്ങൾ, ക്ഷീരസംഘങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ധനസഹായം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ക്ഷീര കർഷക പ്രിയ പദ്ധതികൾ നവംബർ 26-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചെറുകിട നാമമാത്ര കർഷകർക്കായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേന്ദ്ര സഹായത്തോടെ സൂക്ഷ്മ ജലസേചന പദ്ധതി നടപ്പാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് 45% സബ്സിഡി ലഭ്യമാകുമ്പോൾ മറ്റ് കർഷകർക്ക് 35% സബ്സിഡി നൽകും. കൂടാതെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലെ കർഷകർക്ക് പ്രത്യേക സബ്സിഡിയായി 15% അധിക സഹായം നൽകുന്നു. ഡ്രിപ്പ്, പോർട്ടബിൾ സ്പ്രിംഗ്ലർ സിസ്റ്റം എന്നിവയ്ക്കാണ് സബ്സിഡി നൽകുന്നത്. തെങ്ങ്, കവുങ്ങ്, കശുമാവ്, കൊക്കോ, ഏലം, കാപ്പി, വാഴ, പച്ചക്കറി വിളകൾ എന്നിവയ്ക്ക് സൂക്ഷ്മ ജലസേചന പദ്ധതിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. റബ്ബറിനെ ബാധിക്കുന്ന കീടങ്ങളുടെയും രോഗങ്ങളുടെയും നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. നവംബർ 25-ന് കോട്ടയത്തുള്ള റബ്ബർ ബോർഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481235113. പൈനാപ്പിൾ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പൈനാപ്പിൾ വിള വിസ്തൃതി വ്യാപന പദ്ധതി നടപ്പാക്കുന്നു. ഹെക്ടറിന് 26,250 രൂപ നിരക്കിൽ 4 ഹെക്ടർ വരെ പൈനാപ്പിൾ കൃഷിക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047123300857. പച്ചക്കറി വികസന പദ്ധതികളുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ കൃഷിഭവനുകൾ വഴി തുള്ളി നനയോടൊപ്പം വളം കൂടി നൽകുന്ന ആധുനിക സമ്പ്രദായം ഒരുക്കുന്നതിന് ധനസഹായം നൽകുന്നു. 50 സെന്റ് സ്ഥലത്ത് പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് തുള്ളി നനയോടൊപ്പം വളം കൂടി നൽകുന്ന രീതി നടപ്പാക്കാൻ 30,000 രൂപ ധനസഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്തെ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കണ്ണൂർ ജില്ലാ കൃഷി ഓഫീസർ അറിയിച്ചു. ഭക്ഷ്യ എണ്ണയുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് എണ്ണപ്പന കൃഷിയുടെ നോഡൽ ഏജൻസിയായ ഓയിൽ പാം ഇന്ത്യ എണ്ണപ്പന കൃഷിക്ക് ധനസഹായം നൽകുന്നു. ഈ പദ്ധതിയിൽ പങ്കാളിയായി എണ്ണപ്പന കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048125671003. വർക്കല ഓടയം ഹാച്ചറിയിൽ മികച്ച ഇനം കാരച്ചമീൻ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഓടയം ഹാച്ചറിയുടെ ഫോൺ നമ്പർ 9447900128. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,400 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,900 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 14,800 രൂപ, കൊപ്ര കൊച്ചി 9,655 രൂപ, കൊപ്ര കോഴിക്കോട് 10,400 രൂപ, കൊപ്ര തൃശൂർ 9,955 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,500 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ സേലം 6,700 രൂപ, മഞ്ഞൾ ഈറോഡ് 6,900 രൂപ, അടയ്ക്ക പുതിയത് 16,500-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,300, റബ്ബർ RSS 4 ഗ്രേഡ് 11,700. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,300, റബ്ബർ RSS 4 ഗ്രേഡ് 11,750. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,400 രൂപ, കൊപ്ര 9,655 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,500 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 16,500-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 280-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 470-നും 510-നും മധ്യേ, ജാതിപത്രി 750-നും 800-നും മധ്യേ, ഗ്രാമ്പു 1,000 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,700 രൂപ, ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 7,300 രൂപ. കമ്പോള അവലോകനം.
തോട്ടം മേഖലയിൽ നിന്നുള്ള പുതിയ റബ്ബർ വിൽപ്പനയ്ക്കെത്തിയെങ്കിലും വിപണിയുടെ പ്രതീക്ഷക്കൊത്ത് ഷീറ്റിന് ഡിമാൻഡ് അനുഭവപ്പെട്ടില്ല. മികച്ച കാലാവസ്ഥയാണ് ഉൽപാദനം ഉയർത്തിയത്. 4ാം ഗ്രേഡ് റബ്ബർ വില ഇടിഞ്ഞതിനൊപ്പം ലാറ്റക്സിന്റെയും ഒട്ടുപാലിന്റെ വിലയും താഴ്ന്നു. ആഭ്യന്തര റബ്ബർ അവധി നിരക്കുകളും ഇന്ന് തളർച്ചയിലാണ്. തെക്കൻ കേരളത്തിലെ കുരുമുളക് കർഷകർ പുതിയ സീസണിനെ ഉറ്റുനോക്കുകയാണ്. സത്ത് നിർമ്മാണത്തിന് ആവശ്യമായ പൊള്ളമുളകിന്റെ വരവിനായി കാത്തുനിൽക്കുകയാണ് വ്യവസായികളും. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഹൈറേഞ്ച് ചരക്കിൽ താൽപ്പര്യം കാണിച്ചു. മലബാർ മേഖലയിൽ നാളികേരോൽപ്പന്നങ്ങളുടെ നിരക്കിന്ന് കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ചുരുങ്ങിയത് മില്ലുകാരെ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചെങ്കിലും കൊപ്രാക്ഷാമം വിട്ടുമാറിയില്ല. തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം ഏലത്തിന് 1000 രൂപയ്ക്ക് മുകളിൽ ഉറപ്പുവരുത്താനായി. പുതിയ അടക്ക വരവ് ഉയർന്നു. ചുക്ക് മഞ്ഞൾ വിലകളിൽ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.6, 25.1. കൊച്ചി 33.4, 25.4. ആലപ്പുഴ 33, 24.8. പുനലൂർ 33, 20.8. തിരുവനന്തപുരം 32.7, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.